അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളെ നടക്കാനിരിക്കുന്ന ഖുർആൻ തദ്രീബു തിലാവ എന്ന വിഷയത്തെ നമ്മൾ തദ്രീബു തിലാവയിലെ നിയമങ്ങളും മറ്റും അടങ്ങുന്ന എഴുത്തു പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പേപ്പറാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം. കണ്ടെത്താം എന്നുള്ളതാണ്. ഇടതുഭാഗത്ത് നമുക്കൊരു കോളത്തിൽ കുറേ വാക്കുകൾ കാണാം. അതിന് യോജിച്ച ആയത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത് ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഒന്ന് സവാഉൻ അലൈഹിം, സവാഉൻ അലൈഹിം. ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ നമുക്ക് കാണാം ഒരു കലിമത്തിൽ തന്നെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നതായിട്ട് കാണാൻ കഴിയും. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ ഒറ്റ കലിമത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് യോജിച്ച ഏതാണ്? മദ് മുത്തസിലാണ് കേട്ടോ. മദ് മുത്തസിൽ. 2 അല അഫ്വാഹിഹിം, അല അഫ്വാഹിഹിം. ഇവിടെ നമുക്ക് കാണാം മദ്ദക്ഷരം. ഏതൊക്കെയാണ് മദ്ദക്ഷരങ്ങൾ? അതാദ്യം മനസ്സിലാക്കി വെക്കണം. അലിഫ്, വാവ്, യാ, ഇതാണ് മദ്ദക്ഷരം. നീട്ടാനുള്ള അക്ഷരം എന്നുള്ള ഉദ്ദേശമാണ് അവിടെ. അപ്പോൾ ഈ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നതായിട്ട് കാണാം. കണ്ടോ? തൊട്ടടുത്ത കലിമത്തിലാണ് വന്നത്. ഒരു കലിമത്തിലല്ല, മറിച്ച് തൊട്ടടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിലാണ് വന്നത്. അപ്പോൾ ഒരു കലിമത്തിൻ്റെ അവസാനത്തിൽ മദ്ദക്ഷരവും തൊട്ടടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസയും വന്നാൽ അവിടെ എന്ത് ചെയ്യാം? മദ് മുൻഫസിലാണ്. രണ്ടും വേറെ വേറെ ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ മുത്തസിലാണ്. ഒറ്റ കലിമത്തിൽ തന്നെ ഹംസയും അതുപോലെ തന്നെ മദ്ദും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മദ്ദു മുൻഫസിൽ. 3 ആന. ഇവിടെ ഏതാണ്? അവിടെ ലാസിമാണ്. മദ് ലാസിം. മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മദ് ലാസിം. 4 ഹുമുൽ മുത്തഖൂൻ, ഹുമുൽ മുത്തഖൂൻ. ഇവിടെയോ? അത് മദ് ആരിളാണ്. ഇവിടെ കാണാം മദ് ആരിള്. ഇവിടെ തൽക്കാലം വന്ന സുക്കൂനാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വഖഫ് ചെയ്തത്. മുത്തഖൂൻ. ഓക്കെ. 5 മിൻ ഖൗഫിൻ, മിൻ ഖൗഫിൻ. ഇവിടെ ഏതാണ്? ഇവിടെയാണ് മദ്ദു ലീൻ. ലീനിൻ്റെ അക്ഷരമാണ് സുക്കൂനുള്ള വാവ്, അല്ലേ? സുക്കൂനുള്ള വാവ്. മിൻ ഖൗഫ്. ഇനി തൊട്ടടുത്തുള്ള പ്രവർത്തനം നോക്കാം. ഉദാഹരണം എഴുതാം എന്നുള്ള പ്രവർത്തനമാണ്. ഇവിടെ അസ്വലിയായ മദ്ദിന് ഉദാഹരണം ചോദിച്ചിട്ടുണ്ട്. അസ്വലിയായ മദ് ഏതാണ്? സാധാരണ അലിഫ്, വാവ്, യാ, ഇങ്ങനെ വരുന്ന മദ്. അപ്പോൾ നമുക്ക് ഏത് എഴുതാം? ഖാല, അല്ലെങ്കിൽ ഖീല, ഖൂലു, ഇങ്ങനെ തുടങ്ങുന്ന ചെറിയ ചെറിയ വാക്കുകൾ, അല്ലെങ്കിൽ ആല, വമാ, ഇങ്ങനെയൊക്കെ വാക്കുകൾ നമുക്കിവിടെ എഴുതി കൊടുക്കാം. താൽക്കാലികം, അതായത് നീട്ടാൻ വേണ്ടി മാത്രം വരുന്ന ഒരു മദ്. 2 റായിനെ തർക്കീക്ക് ചെയ്യുന്നതിന്, റായിനെ തർക്കീക്ക് ചെയ്യുന്ന ഉദാഹരണം. 1 ഫരിഹു, ബിമാ ലദൈഹിം ഫരിഹൂൻ, ഫരിഹൂൻ. അല്ലെങ്കിൽ വേറെ കുറേ ഉണ്ടാകും ഉദാഹരണങ്ങൾ. ഏതുവാണെങ്കിൽ തിരഞ്ഞെടുക്കാം കേട്ടോ. മുജിരിമൂൻ, യുബിലിസുൽ മുജിരിമൂൻ. അല്ലെങ്കിൽ ഫിർഔന, അതൊക്കെ പറ്റും. ഫിർഔന, അവിടെ ഫിർഔന എന്നല്ല ഓതേണ്ടത്, ഫിർഔന. 3 ജലാലത്തിൻ്റെ ഇസ്മിനെ തഫ്ഹീം ചെയ്യുന്നതിന് ഏതാണ്? അല്ലാഹ്. അല്ലാഹ് എന്നതിന് എന്താ? തഫ്ഹീമാണ് ചെയ്യുന്നത്. ജലാലത്തിൻ്റെ ഇസ്മിനെ തഫ്ഹീം ചെയ്യുന്നതിന്. 4 ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങളിൽ ബ വന്നതിന്. ബ എന്ന ഉദാഹരണം വന്ന ഒരു ഉദാഹരണം മാത്രം എഴുതി കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് വന്നഹാറ മുബ്സിറ, വന്നഹാറ മുബ്സിറ. ഇതാണെങ്കിൽ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ വേറെ അയ്യബ്തിഷ, അയ്യബ്തിഷ. അവിടെ ബ വരുന്ന ഒരു ഉദാഹരണം. അത് നിങ്ങൾക്കിപ്പോൾ വേറെ ഏതും എഴുതാം കേട്ടോ. ഇതന്നെ വേണമെന്നില്ല, വേറെ ഏത് ഉദാഹരണവും എഴുതാം. ഇനി 5 ഇസ്തിലായിൻ്റെ അക്ഷരങ്ങളിൽ സ്വാദ് വന്നതിന് ഉദാഹരണം. ഈ കൽക്കലത്തിൻ്റെയും ഇസ്തിലായിൻ്റെ അക്ഷരങ്ങളൊക്കെ മനഃപ്പാടമാക്കി വെക്കണം. ചിലപ്പോൾ അതിനൊക്കെ ഉദാഹരണം മാത്രമല്ല
അക്ഷരങ്ങളും ചോദിക്കാം. ഖുസ്സൽ എന്നുള്ളതാണ് അതിൽ വരുന്ന അക്ഷരങ്ങളാണ് ഇസ്തിഅലാഇൻ്റെ അക്ഷരം. ഹ, സ്വാദ്, ളാദ്, ഐന്, താ. ഇതിൽ സ്വാദ് വന്നതിൻ്റെ ഉദാഹരണം വലഖദ് വസ്സൽനാ, വലഖദ് വസ്സൽനാ. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. വേർതിരിക്കാം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള. ഇതിൽ നിന്ന് മദ് അസ്ലിയും മദ്ദു ലീനും, ലീനിൻ്റെ അക്ഷരവും അതുപോലെ മദ്ദിന് അസ്ലിയും വരുന്നത് വേർതിരിച്ച് കൊടുക്കുക. ഒന്ന് സൂദുൻ, അതേതാണ്? മദ് അസ്ലിയാണ്. കാരണം മദ് അസ്ലീന് പ്രത്യേകം ശ്രദ്ധിക്കുക, വെറും നീട്ടാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. വാവോ അലിഫോ അല്ലെങ്കിൽ യാ ഓ, അതിന് മുകളിലൊന്നും ഉണ്ടാവില്ല, വെറും നീട്ടാൻ മാത്രം. സൂദുൻ അത് അസ്ലിയാണ്. അൽ യൗമ, അൽ യൗമ അവിടെ ഏതാണ്? മദ് ലീനാണ്. മദ് ലീനിൻ്റെ പ്രത്യേകത എന്താണ്? വാവിന് സുക്കൂനായിരിക്കും അല്ലെങ്കിൽ യാഇന് സുക്കൂനായിരിക്കും. ഇവിടെയോ യമീനിൻ, അവിടെ മദ് അസ്ലിയാണ്, വെറും നീട്ടാൻ മാത്രം അവിടെ യാവ് വന്നത് അല്ലേ. ഇതിലോ അലൈക, നമ്മൾ പറഞ്ഞു സുക്കുള്ള യാവ് വന്നാൽ അത് മദ് ലീനാണ്. അപ്പോൾ സുക്കുള്ള യാവും സുക്കുള്ള വാവും വന്നോന്ന് നോക്കുക. അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് സുക്കുള്ള വാവോ അല്ലെങ്കിൽ സുക്കുള്ള യാവോ അത് കണ്ടാൽ തന്നെ മനസ്സിലാക്കുക മദ് ലീനാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത പ്രവർത്തനമാണ് നിയമങ്ങളും അക്ഷരങ്ങളും കണ്ടെത്താൻ. ഒന്ന് അലൈഹിം മിനസ്സമായി. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ എന്താ നിയമം? നമ്മൾ പഠിച്ചിട്ടുള്ളത് സുക്കൂള്ള മീമിന് ശേഷം മീമ് വന്നാൽ എന്താണ് നിയമം? ഇവിടെ ഇദ്ഗാം എന്ന് കൊടുത്തിട്ടുണ്ട്, ഇദ്ഹാർ എന്ന് കൊടുത്തിട്ടുണ്ട്, അക്ഷരം എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ഇദ്ഗാമാണ് ശരി. സുക്കൂള്ള മീമിന് ശേഷം മീമ് വന്നാൽ എന്ത് ചെയ്യുക? ഇതിലേക്ക് ചേർത്തി ഉദയ്യ അലൈഹിം മിനസ്സമായി, അവിടെ ഇദ്ഗാമാണ്. രണ്ട് ഇന്നി ലക്കും റസൂലുൻ അമീൻ. ഇവിടെ ഏതാണ്? ഇഖ്ലാബാണോ ഇൽഹാറാണോ അതോ അക്ഷരാണോ? ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇഖ്ലാബാണെങ്കിൽ ഇതിൽ ബാ ഉണ്ടാകും. ബാ സുക്കൂൾ തൻവീനിന് ശേഷമോ അല്ലെങ്കിൽ സുക്കൂൾ നൂനിന് ശേഷമോ ഒക്കെ വരാം. പക്ഷേ ഇവിടെ നമുക്ക് ഇൽഹാറാണ്, കാരണം തൻവീനിന് ശേഷം അലിഫാണ് വന്നത്. അപ്പം ഇൽഹാറാണ് വരിക കേട്ടോ. റസൂലുൻ അമീൻ. ഓക്കെ. 3 ലഖദ് വഇദ്നാ. ഇത് ഖൽഖലത്തിൻ്റെ ഉദാഹരണമാണോ ഇസ്തിഅലാഇൻ്റെ ഉദാഹരണമാണോ അതോ ഒരു അക്ഷരമാണോ? ഇവിടെ ഖൽഖലത്തിൻ്റെ അക്ഷരമാണ് കൂടുതലായി വന്നിട്ടുള്ളത് അല്ലേ. ഒന്ന് ഖാഫ്, ഖുത്ബ് ജദ്, അതിനുള്ള ഉദാഹരണമാണ്. ഖാഫ് ഉണ്ട്, ദാലുണ്ട്. അപ്പോൾ ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് 2 ഇനി 4 വ ഇലൈഹി തുഖ്ലബൂൻ, വ ഇലൈഹി തുഖ്ലബൂൻ. ഇവിടെ ഏതാണ്? തർക്കീഖാണോ ഇസ്തിഅലാണോ അതോ അക്ഷരാണോ? ഇവിടെ തർക്കീഖാക്കണമെങ്കിൽ റാ വരണം. ഇതിൽ റാ എവിടെയില്ല, അതിൻ്റെ ഉച്ചാരണം തന്നെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇസ്തിഅലാഇൻ്റെ ഉദാഹരണമാണ് കേട്ടോ. വ ഇലൈഹി തുഖ്ലബൂൻ. ഇനി അടുത്ത പ്രവർത്തനമാണ് അക്ഷരങ്ങൾ എഴുതാൻ. ഒന്ന് ഹുറൂഫുൽ മദ്, മദ്ദിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? മദ്ദിയായ അക്ഷരങ്ങൾ അലിഫ്, വാവ്, യാ കേട്ടോ. 2 ഹുറൂഫുൽ ലീൻ, ലീനിൻ്റെ അക്ഷരമാണ് വാവും യാവും, സുക്കൂനുള്ള വാവും സുക്കൂനുള്ള യാവും, അതങ്ങനെ തന്നെ എഴുതി കൊടുക്കണം. 3 ഹുറൂഫുൽ ഖൽഖലത്ത്, ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങൾ ഖുതുബ് ജദ്, അതായത് ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ. ഇതാണ് ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ പേപ്പർ ഫുള്ളായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഞാൻ തദ്രീബു തിലാവ എന്ന വിഷയത്തിൽ ക്വിസ് വിടുന്നുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം.